അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തിരമാല സ്വപ്നം കണ്ടാൽ, തിരമാല ഉണ്ടല്ലോ, തിരമാല ഇഷ്ടപ്പെടുന്നവരാണ് നമ്മിൽ കൂടുതൽ ആളുകളും. കടലിലൊക്കെ ബീച്ചിലൊക്കെ പോയിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒഴിവുള്ള വേറെ ഏതെങ്കിലും ദിവസങ്ങളിൽ കുടുംബത്തിനെയൊക്കെ കൂട്ടിയിട്ട് കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് നമ്മളെ കടൽ തീരത്ത് പോകാറുണ്ട് അല്ലേ? കടൽ കണ്ട് ആസ്വദിക്കാൻ, തിരമാല കണ്ട് ആസ്വദിക്കാൻ, അല്ലാതെ വേറൊന്നും കടൽ തീരത്തില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് ഒരുപാട് സഞ്ചരിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് കിലോമീറ്ററുകളോളം 30ഉം 40ഉം അതുപോലെ 20ഉം കിലോമീറ്ററുകളൊക്കെ സഞ്ചരിച്ച് കടൽ തീരത്ത് പോയി തിരമാല കണ്ട് ആസ്വദിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പലരും ഉണ്ട്. എന്നാൽ അതിന് താല്പര്യമില്ലാത്ത ആളുകളുണ്ട് കേട്ടോ. നമ്മൾ എന്താക്കണം, നമ്മളുടെ ഉള്ള സമ്പത്ത് കൊണ്ട് നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോകണം. അതൊക്കെ ഒരു റാഹത്താണ്. നമ്മൾ ലോകം ചുറ്റിക്കണക്ക് അള്ളാഹിൻ്റെ ഒരു ദൃഷ്ടാന്തങ്ങളാണ്. കടലാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും, കടലാണെങ്കിലും മറ്റുള്ള പാർക്കുകളാണെങ്കിലും മറ്റുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദൃഷ്ടാന്തങ്ങളാണ്. അപ്പോൾ ആ ദൃഷ്ടാന്തങ്ങളൊക്കെ നമ്മൾ എന്താക്കണം, പോയി ചുറ്റി കാണണം. അപ്പോൾ ഇവിടെ പറയുന്നത്, തിരമാല സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും ഇതിൻ്റെ വ്യാഖ്യാനം. ഇതിനെക്കുറിച്ചിട്ട് ഗൗരവമുള്ള വ്യാഖ്യാനമുള്ളത്, ഗൗരവമേറിയൊരു വ്യാഖ്യാനമാണ് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്. മുഹമ്മദ് അലി കുത്തുബി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ പറയുന്നു, ഒരാൾ തിരമാല സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ശക്തമായ ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. തിരമാല സ്വപ്നം കണ്ട അവനിക്ക് ശക്തമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഈ ഹദീസ് എന്ന് പറയുമ്പോൾ, നമ്മൾ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ആയത്തിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറയുന്നത്. അല്ലാതെ വായി തോന്നുന്ന വ്യാഖ്യാനങ്ങളല്ല വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അവർ ഖുർആനും ഹദീസും നോക്കി അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് അവരെന്താക്കുന്നത്, ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.